ഒരാളെ തല്ലി ചതയ്ക്കാൻ വാട്ട് റൈറ്റ് യു ഹാവ്? നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലയിന്റ്സ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് സമരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ബോൺ ക്രിമിനലാണ്. നിങ്ങൾക്ക് അവന്റെ ഹിസ്റ്ററി വല്ല അറിയാവോ? ക്രിമിനൽ എന്ന് പറയുന്നത് പോലീസ് ഭാഷയാണ് സർ. ആഫ്റ്റർ ഓൾ ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ്. യു ഡു നോട്ട് ഹാവ് എനി റൈറ്റ് ടു ഹറാസ് ഹിം. പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്നാലോചിക്കുമ്പോ മാഡം പറഞ്ഞ് വളരെ ശരിയാണല്ലോ. ഉദാഹരണത്തിന് ഇതാരാണ് മാഡത്തിന്റെ? മൈ ഹസ്ബൻഡ്. ഓ, മാഡത്തിന്റെ ഭർത്താവും മാഡം കൂടി വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോ ഒരു അലവലാതി വന്ന് മാഡത്തിന്റെ നിതംബത്തിൽ കരുതലം അമർത്തി എന്ന് വിചാരിക്കുക. വാട്ട് എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. ഇരിക്കും, പറഞ്ഞു തരട്ടെ. അപ്പൊ കണ്ടു നിൽക്കുന്ന മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. പുള്ളി ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് നാടെ മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ അലവലാതി ചോദിക്കാൻ ചെന്നതേ നിങ്ങളുടെ ഭർത്താവിനോട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കെട്ടി നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങി ഇവന്മാരെ വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ച് പോകാത്തത്.